അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായ തിരിച്ചടി. ഇപ്പം തന്നെ നമുക്ക് വാർത്തയിൽ 126 പേര് മരണപ്പെട്ടു എന്നുള്ള വാർത്തയിൽ കേൾക്കുമ്പോൾ തിരിച്ചടി വളരെ ശക്തമായി ഏൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 126 പേരുകൾ ഇസ്രായേൽ മരണപ്പെട്ടു എന്നുള്ള വാർത്ത തീർച്ചയായും അതിശക്തമായ തിരിച്ചടി തന്നെയാണ്. അമേരിക്കൻ ട്രംപിൻ്റെ എത്ര വലിയ കീഴടങ്ങാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയാലും ഇറാൻ ഒട്ടും പിന്നോട്ടില്ല, അവരെ കാല് പിടിപ്പിച്ച് തന്നെ അടങ്ങും എന്നുള്ള ഒരു രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം നോക്കുമ്പോൾ ഇറാനുമായി ഇത്തരത്തിലുള്ള രൂക്ഷമായ യുദ്ധമുണ്ടാകുമെന്നും മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ ആര് പരാജയപ്പെടും, ആര് വിജയിക്കുമെന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഒരുപാട് നടന്നു കഴിഞ്ഞു, ചിലത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി നടക്കാൻ ചിലത് ബാക്കിയുണ്ട്. നടന്നു കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാമോ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു, നാം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നടക്കാൻ പോകുന്നത് ഇറാനുമായിട്ടുള്ള അതിരൂക്ഷമായ യുദ്ധം ഉണ്ടാകുമെന്ന്, ഈ യുദ്ധത്തിൽ ആര് പരാജയപ്പെടുമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മഹദിൻ്റെ വരവിനെക്കുറിച്ച് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവസാന മുസ്ലിമീങ്ങൾക്ക് വമ്പിച്ച വിജയം ഇവിടെ ഉണ്ടാകും, ലോകത്തെ തന്നെ മുസ്ലിമീങ്ങൾ ഭരിക്കും എന്നുള്ള മുന്നറിയിപ്പും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹദിൻ്റെ കീഴിൽ ലോകം കീഴടങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ, ആ സുഭിക്ഷമായ സന്തോഷകരമായ നിമിഷവും കാണാൻ പോകുകയാണ്. ഇറാനുമായിട്ടുള്ള ഈ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ആ ഒരു രീതിയിലാണ് ഈ യുദ്ധം നടക്കുന്നതെങ്കിൽ തീർച്ചയായും ഇറാന് വലിയ പരാജയമുണ്ടാകും. ഈ ഒരു യുദ്ധം ഉണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് മുസ്ലിമുകളെ മൊത്തത്തിൽ ബാധിക്കും, എല്ലാവരെയും ഇത് ബാധിക്കും. കുടിക്കാൻ കഞ്ഞിക്ക് വകയില്ലാത്തൊരവസ്ഥയിലേക്ക് ഇത് രൂക്ഷമായി പോകുമെന്നാണ്. എന്നിത് തുടർന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇറാൻ മാത്രമല്ല, അറബി രാജ്യത്തിൻ്റെ മുസ്ലിമീങ്ങളുടെ അധികാരം അത് നഷ്ടപ്പെടും എന്നുള്ള മുൻസൂചനയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഇമാമിന് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒരു ഇമാമിന് ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇമാം മഹദിയുടെ വരവ്. ഇമാം മഹദിയുടെ വരവാണെങ്കിൽ ആ വരവ് തീർച്ചയായും മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയമുണ്ടാകും. ഇമാമിൻ്റെ മഹദിൻ്റെ വരവിൻ്റെ മുമ്പുണ്ടാകുന്ന ഒരവസ്ഥ, മുസ്ലിമുകൾ അധികാരമെല്ലാം നഷ്ടപ്പെട്ട് വലിയ പ്രയാസത്തിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നു പോകുന്നത്. ഇറാനുമായി ഏറ്റുമുട്ടൽ രൂക്ഷമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂണ്ടിക്കാണിച്ച ആ യുദ്ധമായിരിക്കും ഇത് നടക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഹബീബിൻ്റെ പ്രഖ്യാപനങ്ങൾ നമ്മെ ഓരോ ദിവസവും അതിശയപ്പെടുത്തുന്ന രീതിയിൽ, അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിരന്തരമായി നടന്നു കഴിഞ്ഞ ഓരോ സംഭവങ്ങൾ നമ്മെ അതിശയപ്പെടുത്തിയിരിക്കുന്നു. ആ റസൂൽ പറഞ്ഞതുപോലെ അല്ലേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് വരച്ച് കാണിച്ചത് അതുപോലെ നടന്നു കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കൺകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഹബീബ് പറഞ്ഞതുപോലെ ലജ്ജയില്ലാത്തൊരവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇവിടെയാണെങ്കിൽ മരണപ്പെട്ട് വീഴുന്നത് മനുഷ്യരാണ്. ഈ ഒരു അവസ്ഥ നമ്മെ വല്ലാത്ത സങ്കടപ്പെടുത്തുകയും മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ഈ അതിരൂക്ഷമായ, ഇപ്പം തന്നെ ഇറാനിലെ 500 ചില്ലാര പേര് മരണപ്പെട്ട ഒരു വാർത്തയും കേൾക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു അവസ്ഥ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വമ്പിച്ച നഷ്ടം ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.